ഇത്രയും ടെക്നോളജി വളർന്ന കാലത്ത്, ഇത്രയും അധികം മുന്നോട്ട് വന്ന ടെക്നോളജി വന്ന കാലത്ത് ഇപ്പോഴും ഒരാൾ ഹൈറ്റിൽ കൊണ്ട് പ്രിൻ്റ് എടുത്ത് കൊടുക്കുകയാണ്, പോയി നോക്കിക്കോളാൻ പറഞ്ഞിട്ട്. ഇത് ലോകത്ത് എവിടെയും നടക്കുന്ന കാര്യമാണോ? ഒരു പ്രതിപക്ഷ നേതാവിന് ഇനി എന്ത് രാജ്യത്ത് എന്ത് വിലയുള്ളൂ? ഒരു പ്രതിപക്ഷ നേതാവിനാണ് ഇത്രയും വലിയ സംവിധാനം. അത് പിന്നെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ്. ഇവർക്കൊക്കെ എന്താ വില എന്നേ? ഇവർക്ക് എന്തിന് വില കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ 10 അടി ആൾ ഹൈറ്റുള്ള ഒരു സാധനം എടുത്തിട്ട് പോയി നോക്കിക്കൊള്ളാൻ പറയുമോ? എത്ര ഈ പ്രിൻ്റ് എടുക്കുന്ന പൈസ ഉണ്ടല്ലോ, ഈ പ്രിൻ്റ് എടുക്കുന്ന പൈസ ഇന്ത്യയിലെ ജനങ്ങളുടെ നീതിപ്പണമാണെന്നുള്ള ഓർമ്മ പോലും ഇവർക്കില്ല. അപ്പോൾ അത്രയും എടുത്തു ഇതൊരു സോഫ്റ്റ്വെയറിൽ ഇട്ട് കൊടുത്താണ്ടല്ലോ, ഒരു മണിക്കൂർ കൊണ്ട് പുറത്തു വരാവുന്ന കാര്യമുള്ളൂ. പക്ഷേ അത് ചെയ്യാൻ സമ്മതിക്കില്ല. ഇന്നൊക്കെ നോക്കുന്ന സമയത്ത് പല വെബ്സൈറ്റുകളും ഇലക്ഷൻ കമ്മീഷൻ്റെ പല വെബ്സൈറ്റുകളും പ്രോപ്പറായി വർക്ക് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയുന്നത് അറിയോ? ടെക്നിക്കൽ എററാണ്. എങ്ങനെയാണ് ടെക്നിക്കൽ എററാവുക? എല്ലാ വെബ്സൈറ്റുകളും പടപടാന്ന് ടെക്നിക്കൽ എററാവുകയാണോ? പോയി നോക്കി സെർച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പ്രിൻ്റ് എടുക്കാൻ നോക്കിയാൽ ഒരു രാവിലെ പ്രിൻറ്റിന് കൊടുത്താൽ ഡൗൺലോഡ് ചെയ്യാൻ കൊടുത്താൽ 10 ദിവസം കഴിഞ്ഞാൽ ഡൗൺലോഡ് ആവില്ല. കാരണം അങ്ങനെയാണ് സൈറ്റുകളുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ ജനാധിപത്യം എന്ന് പറയുന്നത് എന്താ? ജനങ്ങൾക്ക് ജനങ്ങളുടെ ശൈലിയിൽ ഒരു ആളെ തിരഞ്ഞെടുക്കാൻ കഴിയണം, വേണ്ടേ? അങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കാൻ കഴിയാനുള്ള സംവിധാനം ഇന്ത്യയിലുണ്ടോ ഇപ്പോൾ? അതില്ല എന്നുള്ളതാണ്. അതിനെതിരെയാണ് പ്രതിപക്ഷ സമരം നടത്തുന്നത്. ആ സമരം വലിയ രീതിയിൽ വിജയമാവും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.